ദൈവത്തിൻ്റെ സ്തോത്രം. ഞങ്ങളുടെ മുമ്പാകെ ദൈവത്തിൻ്റെ ഒരു സാക്ഷിയെ നിൽപ്പാൻ കർത്താവെന്ന അവസരത്തിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാനൊരു സാധാരണ ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ച് വളർന്നത്. ഒരു ആവറേജ് സ്റ്റുഡൻ്റായിട്ടാണ് ഞാൻ എൻ്റെ വിദ്യാഭ്യാസ കാലം കഴിച്ചു കൂട്ടിയത്. ഒത്തിരി മാർക്കൊന്നും ഉണ്ടായില്ല, ഒരു ആവറേജ് മാർക്കൊക്കെ മേടിച്ചാണ് ഞാൻ സ്കൂൾ ജീവിതത്തിലെല്ലാം. എനിക്ക് ഒരിക്കലും തോൽവിയൊന്നും വന്നിട്ടില്ല, പക്ഷേ നല്ല ഉന്നത മാർക്കെന്ന് പറഞ്ഞൊന്നും എനിക്കങ്ങനെ കിട്ടിയതായിട്ട് ഓർമ്മയില്ല. ഒരു ആവറേജ് ലെവലിൽ ഞാൻ പോകുമായിരുന്നു. പക്ഷേ എപ്പോഴും എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, തോൽക്കാതെ പഠിക്കണം. ഞാൻ സാധാരണ ഒരു സർക്കാർ സ്കൂളിൽ പഠിച്ച് മലയാളം മീഡിയത്തിൽ പഠിച്ച് വന്ന ഒരു വിദ്യാർത്ഥിനിയാണ്. 10ാം ക്ലാസ്സിലെല്ലാം കർത്താവ്, അന്ന് ഗ്രേഡൊന്നുമല്ല, ഫസ്റ്റ് ക്ലാസ് മാർക്കോടുകൂടി പാസ്സാവാനെല്ലാം കർത്താവ് കൃപ വന്നു. അതിനുശേഷം +2 പഠിക്കുവാനും തുടർന്ന് എനിക്ക് ഒരു സബ്ജക്റ്റ് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അടുത്ത് തന്നെ, കാരണം എൻ്റെ പിതാവ്, ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എൻ്റെ പിതാവ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. അപ്പോൾ അകലെ പോയി പഠിക്കാനോ ആ സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചു അടുത്ത് തന്നെ ഒരു നല്ല കോളേജിൽ എനിക്ക് അഡ്മിഷൻ ലഭിക്കണമെന്ന്. ഞാൻ ആഗ്രഹിച്ച സബ്ജക്റ്റിൽ തന്നെ വീടിനോട് അടുത്ത് തന്നെ എനിക്ക് കോളേജിൽ പഠിക്കാനെല്ലാം കൃപ കിട്ടി. അതിനുശേഷം B.Ed ചെയ്യുവാൻ കർത്താവ് എനിക്കൊരു കൃപ തന്നു. അതിനുശേഷം 2 വർഷം ഞാൻ പാഴാക്കി കളഞ്ഞു. ഇപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ 2 വർഷം എനിക്ക് പഠിക്കാമായിരുന്നു, പക്ഷേ ആ 2 വർഷം എനിക്ക് പഠിക്കാൻ സാധിച്ചില്ല. പിന്നെ എൻ്റെ ഹൃദയത്തിലേക്കൊരാഗ്രഹം, ഞാൻ ഡിഗ്രി എടുത്തു, എനിക്ക് MSc എടുക്കണമെന്നൊരാഗ്രഹമുണ്ട്. എൻ്റെ സബ്ജക്റ്റ് മാത്തമാറ്റിക്സ് ആണ്. ഡിഗ്രിക്ക് ഒരുവിധം മാർക്കുണ്ട്, പക്ഷേ ആ മാർക്കൊന്നും പോരാ MScക്ക് അവിടെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ. എൻ്റെ ആഗ്രഹം അതായിരുന്നു, ആ സബ്ജക്റ്റിൽ തന്നെ, ആ കോളേജിൽ തന്നെ എനിക്ക് അഡ്മിഷൻ കിട്ടണം. കാരണം വീടിനോട് അടുത്താണല്ലോ, നല്ല കോളേജുമാണ്, എനിക്ക് എൻ്റെ അധ്യാപകരെ അറിയാം. അപ്പം ഞാൻ ആഗ്രഹം കർത്താവിനോട് പറഞ്ഞു. കാരണം ഞാൻ ചെറുപ്പം മുതലേ വചനം കേൾക്കുന്ന ഒരാളാണ്. ഇപ്പോഴും ഞാൻ ദുഃഖത്തോടെ പറയും, എനിക്ക് വേണ്ടത്ര സമർപ്പണമൊന്നും എടുക്കാൻ ആ കാലങ്ങളിലും കഴിഞ്ഞിരുന്നില്ല. എങ്കിലും പ്രാർത്ഥന എടുക്കുന്ന ഒരു ദൈവമുണ്ടെന്നും നമ്മുടെ ആഗ്രഹങ്ങളെ മാനിക്കുന്ന ദൈവമുണ്ടെന്നും എല്ലാം ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അതെനിക്ക് കിട്ടുമെന്ന് ഞാൻ വിശ്വസിച്ചു വരുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, 15 സീറ്റ് MScക്ക് ഉണ്ടായിരുന്നു. എനിക്ക് കിട്ടാൻ യാതൊരു ചാൻസും ഉണ്ടായിരുന്നില്ല. പക്ഷേ കർത്താവ് എനിക്ക് അവിടെ ഒരു അഡ്മിഷൻ മേടിച്ചു തന്നു. എൻ്റെ ആ സബ്ജക്റ്റിൽ PG എല്ലാം എടുക്കുവാനും കർത്താവ് എനിക്ക് കൃപ ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ആഗ്രഹങ്ങളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ നിങ്ങളൊരു വേദവാക്യം വായിച്ച് കേൾപ്പിക്കാം. ഇയ്യോബ് 22-ാം അധ്യായം 23-ാം വാക്യം ഇങ്ങനെ പറയുന്നു: സർവശക്തങ്കിലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും. നീ അഭിവൃദ്ധി പ്രാപിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് അഭിവൃദ്ധി? നമുക്ക് ഇവിടെ ഈ ലോകത്തിൽ ജ്ഞാനം ലഭിക്കുന്നതോ ധനം ലഭിക്കുന്നതോ അതെല്ലാം വേണം, ശരിയാണ്. ഈ ലോകത്തിൽ നമുക്ക് അറിവ് വേണം, ജ്ഞാനം വേണം, വിദ്യാഭ്യാസം വേണം, ധനം വേണം, എല്ലാം വേണം. പക്ഷേ നമുക്ക് കൂടുതലായും നമ്മൾ എന്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്? അല്ലെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് എന്താണ് വാസ്തവമായും വേണ്ടത്? ഞാൻ ആലോചിച്ചു, നമുക്ക് ഈ ഭൂമിയിൽ കർത്താവ് നമുക്ക് ധനം തരും, ജ്ഞാനം തരും, എല്ലാം തരും, ശരിയാണ്. പക്ഷേ ഉത്തമമായ സമ്പത്ത് എന്താണ്? അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നേടുക എന്നുള്ളതാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എനിക്ക് പൂർണ്ണമായൊരു ദൈവത്തോട് സമർപ്പണമൊക്കെ പറയാൻ കുറേ നാളുകളെടുത്തു. ഞാൻ വചനം കേട്ടവളാണ്, വചനം ചെറുപ്പം മുതൽ കേൾക്കുന്നവളാണ്, പുറമേ അതെല്ലാം പാലിക്കണമെന്ന് ആഗ്രഹിക്കുന്നവളാണ്. മമ്മിയെ പേടിച്ചിട്ടാണെങ്കിലും ഞാൻ പലതും, നിങ്ങൾക്കറിയാലോ, നമ്മൾ സിനിമയൊന്നും ഞാൻ ചെറുപ്പം മുതൽ കേട്ടിട്ടുണ്ട്, അതൊന്നും നമ്മൾ കണ്ട മക്കളല്ല. പക്ഷേ അതൊക്കെ എൻ്റെ ഹൃദയത്തിൽ വളരെ ആഗ്രഹങ്ങളായിരുന്നു. മമ്മിയെ പേടിച്ചെല്ലാം ഞാൻ ടി വി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ TV-യിൽ എന്തെങ്കിലും സിനിമയൊക്കെ കാണുമ്പോൾ അതൊക്കെ കാണാൻ എനിക്ക് ആഗ്രഹമാണ്, അത് ഞാൻ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ അമ്മ അതിൽ പോകുമ്പോൾ ഞാൻ പെട്ടെന്ന് റിമോട്ടിലെടുത്ത് ചാനൽ മാറ്റും. അത്ര കപടഭക്തിയുള്ള, അല്ലെങ്കിൽ അത്ര വ്യാജ ഭാവമുള്ള, ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ ഞാൻ വളരെ ദുഃഖിക്കുന്നുണ്ട്. ഞാൻ അന്ന് ഒരു സമർപ്പണത്തിൽ വരാതിരുന്ന കർത്താവ് എത്രയോ നാളുകൾ ഞാൻ പാഴാക്കി കളഞ്ഞവളാണെന്ന് ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റു പറയാറുണ്ട്. അങ്ങനെ വ്യാജമുള്ള ഒരു ഹൃദയമുള്ളവളായിരുന്നു ഞാൻ. ലോകത്തിലെ പലതിനോട് പറ്റുമാനമുള്ള ഒരു മകളായിരുന്നത് ഞാൻ. എന്നാൽ ഞാൻ ഒരു യൗവനകാലത്തിൽ വന്നപ്പോഴേക്കും എനിക്ക് കർത്താവിനെ എൻ്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാൻ, എൻ്റെ ജീവിതം കർത്താവിന് സമർപ്പിപ്പാനെല്ലാം കർത്താവ് എനിക്ക് കൃപ ചെയ്തു. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യം ഇങ്ങനെയാണ്: നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. എന്നാൽ അവനൊന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. അപ്പോൾ നമ്മൾ കർത്താവിനോട് വിശ്വാസത്തോടെ യാചിക്കണം എന്നാണ് അവിടെ യാക്കോബ് പറയുന്നത്.
നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും, നമ്മൾ വചനം വായിക്കണം. ഇപ്പോൾ നമ്മൾ സ്ഥിരമായി വചനം വായിക്കണം, സങ്കീർത്തനം വായിക്കണം. നമുക്ക് വഴികാട്ടി തരുന്നത് കർത്താവിൻ്റെ വചനമാണ്. വേദപുസ്തകത്തിൽ എഴുതപ്പെട്ട എല്ലാ വാക്യങ്ങളും അത് നമ്മൾ സത്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് വായിച്ചാൽ നമുക്ക് ദൈവം ഓരോ വഴി നമുക്ക് പറഞ്ഞു തരും. യോശുവ 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇങ്ങനെ പറയും, ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിൻ്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിൻ്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. അപ്പോൾ നമ്മളുടെ പ്രവൃത്തികളെല്ലാം സാധിക്കണമെങ്കിൽ നമ്മൾ ഈ ബൈബിൾ വചനങ്ങൾ നമ്മൾ വിശ്വസിക്കണം, അത് നമ്മൾ ഏറ്റുപറയണം. നമ്മളത് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ദൈവം നമുക്ക് ഉറപ്പായിട്ടും നമുക്കതിനൊരു പ്രതിഫലം ലഭിക്കും. നമ്മൾ പറഞ്ഞല്ലോ, എന്താണ് ഈ ജ്ഞാനം എന്ന് ചോദിച്ചാൽ നമ്മൾ പുസ്തകത്തിൽ പഠിക്കുന്ന ജ്ഞാനമാണോ? ജ്ഞാനം പല വിധമുണ്ട് അല്ലേ? എന്നാൽ നമ്മുടെ വേദപുസ്തകം എന്താണ് ജ്ഞാനം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിന് ഇയ്യോബ് പറയുന്ന 28-ാം അധ്യായം 28-ാം വാക്യത്തിൽ പറയും, കർത്താവിനോടുള്ള ഭക്തി തന്നെ ജ്ഞാനം, ദോഷം അകന്ന് നടക്കുന്നത് തന്നെ വിവേകം. അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് ദൈവത്തോടൊരു ഭക്തി വേണം. നമ്മൾ ദോഷം വിട്ടകന്ന് നടക്കുന്നവരായി തീരണം. യാക്കോബിൻ്റെ ലേഖനത്തിൽ തന്നെ പറയും, 1-ാം അധ്യായം 27-ാം വാക്യം, പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതവണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാകുന്നു. അപ്പോൾ നമ്മൾ ലോകത്താലുള്ള കളങ്കം ഏൽക്കാത്ത മക്കളായിരിക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കറിയാം, നമ്മൾ എന്തെല്ലാമാണ് നമ്മളെ കളങ്കപ്പെടുത്തുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ ബൈബിൾ പറയുന്നുണ്ട്, ഗലാത്യർ 5:20 ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന. അപ്പോൾ ഓരോന്ന് പറയുമ്പോഴും നമ്മൾ നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കണം, ഈ പറയുന്ന എന്തെങ്കിലും നമ്മുടെ ഹൃദയത്തിലുണ്ടോ? ഞാൻ വായിക്കുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, ഇതെല്ലാം എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നല്ലോ കർത്താവേ. വിഗ്രഹാരാധന എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ യേശുവിനേക്കാൾ കൂടുതലായി നമ്മൾ എന്ത് വിഗ്രഹമായി നമ്മൾ സ്നേഹിക്കുന്നുവോ അതെല്ലാം വിഗ്രഹങ്ങളാണ്. എൻ്റെ ഹൃദയത്തിൽ പല വിഗ്രഹങ്ങളും ഉണ്ടായിരുന്നു. ഈ ലോകത്തിൽ പലതും നമുക്ക് വിഗ്രഹങ്ങളായിരിക്കാം. കോളേജിൽ പഠിക്കുന്നവരുണ്ടാവാം, സ്കൂളിൽ പഠിക്കുന്നവരുണ്ടാവാം. ചില പെൺകുട്ടികൾക്ക് ചില ആൺകുട്ടികൾ വിഗ്രഹങ്ങളാണ്, ചില ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾ വിഗ്രഹങ്ങളാണ്, ചില അമ്മയപ്പന്മാർക്ക് മക്കൾ വിഗ്രഹങ്ങളാണ്, ചില മക്കൾക്ക് അമ്മയപ്പന്മാർ വിഗ്രഹങ്ങളാണ്. അതുമാത്രമല്ല, കേട്ടിട്ടുണ്ട്, സിനിമാ നടന്മാർ ചിലർ വിഗ്രഹമായി കൊണ്ടുപോയി നടക്കുന്നു, ചില ക്രിക്കറ്റ് പ്ലെയേഴ്സ് വിഗ്രഹങ്ങളായി കൊണ്ടുപോയി നടക്കുന്നു. ഞാൻ വളരെ ലജ്ജയോടുകൂടി പറയട്ടെ, ഞാനൊരു പെൺകുട്ടിയാണല്ലോ. ഞാൻ +2 പഠിക്കുമ്പോൾ എനിക്ക് ക്രിക്കറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര അഡിക്റ്റായിരുന്നു. എനിക്ക് അന്ന് കളിക്കുന്ന പല രാജ്യങ്ങളിലെയും ക്രിക്കറ്റ് കളിക്കാരൊക്കെ എനിക്ക് എല്ലാവരും അറിയാം. അങ്ങനെ ക്രിക്കറ്റ് ഒരു വിഗ്രഹമായിരുന്നു. വാസ്തവമായി പറയുകയാണ്, എൻ്റെ സമയങ്ങൾ ഞാൻ കളഞ്ഞുകൊണ്ടിരുന്ന ഇങ്ങനെയൊക്കെയായിരുന്നു. പലതും വിഗ്രഹങ്ങളായി നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുപോയി നടക്കുന്നു. ആഭിചാരം, പിന്നെയും പറയുകയാണ്, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, കോപം. ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്ക് കോപം വന്നാൽ ഞാനത് പ്രകടിപ്പിക്കുമായിരുന്നു. വിവാഹത്തിന് മുമ്പൊക്കെ മമ്മി പറയായിരുന്നു, എൻ്റെ മുഖം കണ്ട ദേഷ്യം വരുവാണെങ്കിൽ അത് മുഖത്ത് കാണാമെന്ന്. അപ്പോൾ ഞാൻ ഓർക്കുകയാണ്, അത് അത്രമാത്രം എന്നെ ഭരിച്ചിരുന്നൊരു വികാരമായിരുന്നു കോപം എന്നുള്ളത്. എന്നാൽ ഇതെല്ലാം നമ്മൾ കർത്താവിനോട് ഏറ്റു പറയുമ്പോൾ ഈ പാപം ക്ഷമിച്ച് തന്ന് നമ്മുടെ ക്രോധം ശമിപ്പിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. അതിനുശേഷം പറയുകയാണ് ഷാഠ്യം. ഷാഠ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കും, നമുക്ക് എന്തെങ്കിലും ഷാഠ്യമുണ്ടോ? ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ്. മാതാപിതാക്കളെല്ലാം പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവൻ ഇന്ന ബൈക്ക് വേണമെന്ന് പറഞ്ഞ് ഷാഠ്യം പിടിക്കുകയാണ്, അവൻ ഇന്ന മൊബൈൽ വേണം. അപ്പോൾ ഞാൻ ആലോചിക്കുന്നുണ്ട്, ഒരു വിദ്യാർത്ഥി, ഞാൻ പഠിപ്പിക്കുന്ന ഒരു കുട്ടിയാണ്, അവൻ്റെ ഫോൺ കേടായപ്പോൾ നന്നാക്കുന്നതിനൊരു വലിയ എമൗണ്ട് ഇങ്ങനെ എന്നോട് പറഞ്ഞ കൂട്ടത്തിൽ പറയാണ്, മിസ് അതിനെത്ര പൈസ വേണം നന്നാക്കാൻ. അപ്പോൾ ഞാൻ ആലോചിച്ചു, എൻ്റെ ഫോണിന് പോലും അത്ര പൈസ ഇല്ലല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് നന്നാക്കണമെങ്കിൽ ഇത്ര പൈസയാണെങ്കിൽ ആ ഫോണിന് എത്ര വിലയായിരിക്കും? അപ്പോൾ അവൻ വലിയൊരു എമൗണ്ട് പറയുകയാണ്. ഇത്രയും വിലയുള്ള ഫോണൊക്കെയാണ് കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്നത്. ഭാഗ്യവശാൽ അങ്ങനെ ഒരു ആഗ്രഹം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരും പറയാറുണ്ട്, എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഇന്ന ഫോൺ മേടിക്കുക എന്നുള്ളത്. ഇത്ര പൈസ കൊടുത്ത് ഞാൻ വില ചോദിക്കുമ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോവും, എന്നാ വില കൊടുത്തിട്ട് ഇതൊക്കെ മേടിക്കുന്നത്. പക്ഷെ നമ്മളുടെ ആഗ്രഹം അതിലേക്കൊന്നും ആവരുത്. ഈ ലോകത്തിൽ ഒരു വാഹനം മേടിക്കുന്നതിലോ ഈ ലോകത്തിലൊരു മൊബൈൽ മേടിക്കുന്നോ അതൊന്നും നമുക്കൊരു വിഗ്രഹമായി തീരാൻ ഇടവരരുത്. അങ്ങനെ നമ്മൾ ശാഠ്യം പിടിക്കുന്നവരായിരിക്കരുത് ഒരിക്കലും. പിന്നെയും പറയുകയാണ് ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത്.
വെറുക്കൂത്ത് നിങ്ങൾക്കറിയാലോ, നമ്മൾ വെറുതെ സമയം പാഴാക്കുന്ന പല കാര്യങ്ങളും മുതലായവ എന്ന് വെളിവാകുന്നു. ഇതെല്ലാം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവുമായിരിക്കും. എൻ്റെ ജീവിതത്തിൽ പലതിനും ഉണ്ടായിരുന്നു. എന്നാൽ എൻ്റെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്കിതിനെ പറ്റി ബോധം തന്നപ്പോൾ ഇതെല്ലാം ഏറ്റുപറയാനും, കർത്താവ് എൻ്റെ ഹൃദയത്തിൽ വരുന്ന പാപങ്ങളെ അവിടെ നിന്ന് കാണുന്നുവല്ലോ, അത് കഴുകിത്തരാൻ അവിടുത്തെ തിരുരക്തം ശക്തമാണ് എന്ന് വിശ്വസിക്കുവാനും കർത്താവ് എനിക്കൊരു ഭാഗ്യം തന്നു. ഇനി നമുക്ക് അവസാന ഭാഗത്തിലേക്ക് വരാം. അപ്പോൾ നമ്മൾ എന്താണ്, ഈ പാപം വന്നാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിനായിട്ട് നമുക്കറിയാം, നമ്മൾ വചനം കേട്ടിട്ടുണ്ട്. 1 യോഹന്നാൻ 1:9 പറയും, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പൊക്കി ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. നമ്മുടെ 1 യോഹന്നാനിൽ തന്നെ പറയുന്നതാണ്, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പൊക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമ്മൾ എന്ത് പാപം ചെയ്താലും കർത്താവിൻ്റെ രക്തം അത് ശുദ്ധീകരിക്കുവാൻ മതിയായതാണെന്നുള്ള വിശ്വാസത്തോടുകൂടി ഒരുക്കത്തോടുകൂടി ഇരിക്കാതെ, ഞങ്ങൾ എന്തെങ്കിലും പാപം ഉണ്ടെങ്കിൽ കർത്താവ് അത് കാണിച്ചു തരണം, അതെല്ലാം മാറ്റുവാൻ അവിടുത്തെ തിരുരക്തത്തിന് ശക്തിയുള്ളതാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ദൈവനാമം മാത്രം മഹത്വപ്പെടുവാനിടയാകട്ടെ. സ്തോത്രം.